नमस्ते। आज हम കശ്മീർ में है അതായത് നമ്മളിന്ന് കശ്മീരിലാണ്. നമ്മൾ റോഡ് ട്രിപ്പ് വന്നിരിക്കുകയാണ്. ഗുൽമർഗിലാണ് ഇന്ന് നമ്മൾ സ്റ്റേ. സോ കുറേ ദിവസത്തിന് ശേഷം നമ്മളൊരു വീഡിയോ ഇടാണ്. അതും ട്രാവൽ വ്ളോഗാണ്. ഇത് ഗുൽമർഗിലെ മൊത്തമുള്ള വീഡിയോസാണ്. ഗുൽമർഗും ദൂത് പത്രിയുള്ള മൊത്തം വീഡിയോസാണ്. ബാക്കി വീഡിയോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ഇത് നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഗൈഡിൻ്റെ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. അതിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. നമ്മളെ ഗൈഡിൻ്റെ വീടെന്ന് വെച്ചാൽ ഒരു വില്ലേജിലാണ്. സോ അതിൻ്റെ അടുത്തുള്ള സ്ഥലമാണിത്. സോ അങ്ങനെ നമ്മൾ അവിടുത്തെ വില്ലേജ് ഗൈഡിൻ്റെ ഹൗസ്, ഗൈഡിൻ്റെ സിസ്റ്ററിൻ്റെ ഹൗസ്, അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അവിടുത്തെ മൊത്തം വില്ലേജസും ഓൾഡ് ഹൗസസും ഫാമും ഒക്കെ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഈവനിങ് ഒരു 4:15 ആയപ്പോൾ വീട്ടിലെത്തി. പിന്നെ നമ്മൾ 4:30 ആയപ്പോൾ പുറത്തോട്ട് പോയി. ഇതാണ് അവിടുത്തെ ഏറ്റവും ഓൾഡസ്റ്റ് മീൻസ് ഹൗസ് എന്ന് പറഞ്ഞാൽ അത് തടിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എർത്ത് എത്ര വന്നാലും അത് പോവത്തില്ല, മീൻസ് പൊളിഞ്ഞു പോവത്തില്ല. നല്ല സ്ട്രോങ് ആണ്. പിന്നെ അവിടെ ഇപ്പോൾ ആരും താമസിക്കാറില്ല. ഇവിടേക്ക് നല്ല മീൻസ് വെയിലുണ്ട്, എന്നാൽ തണുപ്പുമുണ്ട്. അങ്ങനെ ഒരു ഇതാണ്. വെയിലുണ്ടെങ്കിലും ചൂടില്ല, വെയിലിൻ്റെ ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ തണുപ്പുണ്ട്, നന്നായിട്ട് തണുപ്പുണ്ട്. അങ്ങനെ നമ്മൾ പോയി റോഡിലോട്ട് കയറിയപ്പോൾ നമ്മൾ ഗൈഡിൻ്റെ സിസ്റ്ററിൻ്റെ മോൻ ജഹാൻ എന്താണ് പേര്, ആ കുട്ടിക്ക് നമ്മളൊരു കുർക്കുറയും ആപ്പി ഫിസും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരെ പോയി. ഇവിടെ മിക്കതും തടിയിലുള്ള വീടാണ്, പക്ഷേ അവിടെ ആൾക്കാർ താമസമില്ല. കാരണം അത് ഓൾഡ് ഹൗസ് ആയതുകൊണ്ട് ആൾക്കാർ താമസമില്ല. അങ്ങനെ നമ്മൾ പോയപ്പോഴത്തേക്കും നമ്മൾ ഗൈഡിൻ്റെ പേര് ആസിഫ് എന്നാണ്. ആസിഫങ്ങളുടെ വീട്ടിലെത്തി. ആസിഫങ്ങൾ വളർന്ന വീട്ടിലെത്തി. ഇത് ന്യൂ ഹൗസാണ്, ഇത് ഓൾഡ് ഹൗസാണ്. സോ അങ്ങനെയൊക്കെ നമ്മൾ കണ്ട് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ജിമ്മ് കണ്ടു. അങ്ങനെ ജിമ്മിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ നിൽക്കുന്നത് ആസിഫങ്ങളുടെ ഫ്രണ്ടാണ്. ഇത് ആസിഫങ്ങളുടെ അമ്മയാണ്. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലേക്ക് കയറി. ഇതാണ് അവിടെയുള്ള, ഇത് അണിയൻ സംതിങ് എന്നാണ്, അണിയൻ കൃഷിയാണ്. അത് മസ്റ്റാർഡാണ്, കടുകും മറ്റത് ഉള്ളിയുമാണ്. ഈ ഒരു പോയിന്റിലാണ് നമ്മൾ നാളെ പോകാൻ പോകുന്നത്, ഗുൽമർഗിൽ. സോ ഗുൽമർഗിലെ ഗൊണ്ടോള എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ അവിടുത്തെ വെള്ളത്തിൽ ഒക്കെ കാല് വെച്ച് നോക്കി. പക്ഷേ അവിടുത്തെ വെള്ളം എന്ന് വെച്ചാൽ ആ മുകളിൽ ഏറ്റവും 13,800 ഫീറ്റ് എബോ ആണ്. സീ ലെവലിൽ നിന്ന് 13,800 ഫീറ്റ് എബോ ആണ് ഈ സംഭവം ഉള്ളത്. അവിടെയാണ് നമ്മൾ പോകുന്നത്. അന്ന് ഞാൻ കൈ കൊണ്ട് ചൂണ്ടിയൊക്കെ കാണിക്കുന്നത്. അവിടെ നിന്ന് ഉരുകി വരുന്ന വെള്ളമാണ് ഞാൻ ആദ്യം കാണിച്ചില്ല ആ നദി. അവിടെ കാല് വെച്ചപ്പോൾ എന്നെ പറഞ്ഞു നല്ല സുഖമുണ്ടായിരുന്നു ഗൈസ്. നല്ല തണുത്ത വെള്ളമായിരുന്നു, ഐസിട്ട പോലത്തെ വെള്ളമായിരുന്നു. കാലൊക്കെ മരവിച്ച് പോയി. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഒരു 7:30, 8 o'clock ഒക്കെ ആകുമ്പോഴേ സൺ സെറ്റാവും. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞൊരു വാട്ടർഫോൾസൊക്കെ കാണാൻ പോയി. ഡ്രങ്ക് എന്നാണ് വാട്ടർഫോൾസിൻ്റെ പേര്. അവിടെ കാണാൻ പോയി. ഇവിടെ ആപ്പിളിൻ്റെ സീസണല്ല. ആപ്പിളിൻ്റെ സീസണൊക്കെ വരുന്നത് സെപ്റ്റംബർ, ഓഗസ്റ്റിലൊക്കെ ആണെന്നാണ് പറഞ്ഞത്. ആപ്പിൾ, ഓറഞ്ച് അങ്ങനെയുള്ളതെല്ലാം. ഇതാണ് അവിടുത്തെ ഉള്ള വ്യൂ. നമ്മൾ ആ ഒരു പോയിന്റിലാണ് നമ്മൾ നാളെ പോകാൻ പോകുന്നത്, ഗൊണ്ടോള. പക്ഷെ നല്ല ഹൈറ്റായിരുന്നു. ഞാൻ ആ വീഡിയോ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണാം. അതാണ് ദൂത് പത്രി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. ദൂത് പത്രി ഈ താഴെയുള്ള വില്ലേജാണ് നമ്മൾ താമസിക്കുന്ന ആ ഒരു വില്ലേജ്. ഇത് ഡ്രങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർഫോൾസാണ്. ഇവിടെ നല്ല തണുപ്പായിരുന്നു. തിരിച്ചറിയപ്പോൾ കൈയൊക്കെ മരവിച്ച് പോയി ഗൈസ്. നല്ല തണുപ്പായിരുന്നു. ഇവിടെ വെള്ളമെന്ന് വെച്ചാൽ ഈ വരുന്ന വെള്ളം നല്ല ഐസ് പോലത്തെ വെള്ളമാണ്. ഇതിൻ്റെ കുറച്ചുകൂടെ വർണ്ണ വഴിക്കാണ് ഇവർക്ക് പ്യുവറായിട്ട് വെള്ളം കിട്ടുന്നത്. ആ സ്ഥലത്തൂടെയൊക്കെയാണ് നമ്മൾ വന്നത്. നല്ല രസമുണ്ടായിരുന്നു. വാഗമണിൻ്റെ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു പൈൻ ട്രീ ഒക്കെ കണ്ടപ്പോൾ. അത് ഇവിടെ മൊത്തം നമുക്ക് നേരിട്ട് നമ്മൾ നമ്മൾ പോകുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ അടുത്താണ് നമ്മളെ റൂമെന്ന് നമുക്ക് തോന്നും. അത്രയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ.
പിന്നെ ഇവിടെ നമ്മൾ വന്ന ഫോട്ടോ എടുപ്പാണല്ലോ നമുക്ക് മെയിൻ. ആൾക്കാരെ അറിയിക്കണം നമ്മൾ ഗുൽമർഗിൽ വന്നു, കാശ്മീർ വന്നു, റോഡ് ട്രിപ്പാണ് വന്നതെന്നൊക്കെ അറിയിപ്പിക്കാൻ. അങ്ങനെ നമ്മൾ വന്നു. ഇതാണ് ദൂത് പത്രി എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നമ്മൾ നാളെ പോവും. നാളെ പോവും. ഇവിടേക്കാണ് നമ്മൾ ഇന്ന് ജസ്റ്റ് സൈഡ് വ്യൂ ആണ്. നാളെ നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം. പിന്നെ ഒരു ടീ പറഞ്ഞു, അവരുടെ സ്പെഷ്യൽ ഒരു ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റ് ഒരു ചോക്ലേറ്റ് പോലത്തെ ടേസ്റ്റാണ്. നമ്മൾ വന്നപ്പോൾ ഒരു ഖാവാന്ന് പറഞ്ഞൊരു സംഭവം തന്നായിരുന്നു, അതെനിക്കിഷ്ടപ്പെട്ടില്ല. പക്ഷേ കോക്കനട്ടിൻ്റെ ഒരു ബിസ്ക്കറ്റ് തന്നായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഇപ്രാവശ്യം തന്നില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. എന്നാലും ആ കോക്കനട്ട് ബിസ്ക്കറ്റായിരുന്നു കുറച്ചുകൂടെ ടേസ്റ്റ്, അത്താരമുള്ളായിരുന്നു. പിന്നെ നമ്മൾ ചായ കുടിച്ചു. ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ രാത്രിയിലത്തെ ഇതാണ് കാണാൻ പോകുന്നത്. നമ്മൾ കൈ കഴുകുന്ന സംഭവമാണ് കേട്ടോ. ഇത് ആസിഫങ്ങളുടെ ചോട്ടി സിസ്റ്റർ, ഇളയ സിസ്റ്ററാണ്. നമ്മൾ രാത്രി പറഞ്ഞത് നോൺ വെജ് ആണ്, ബിക്കോസ് ഐ ആം എ ചിക്കൻ ലവർ. നമ്മൾ ചിക്കൻ കറിയാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ ചിക്കൻ്റെ ഒരു പേസ്റ്റൊക്കെ ഇതാക്കിയ ഒരു ഇതുണ്ടായിരുന്നു, ബോൾസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതുണ്ടായിരുന്നു, ഒരു പാലക് എന്തോ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഡാൽ കറി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചിക്കൻ കറി മാത്രമേ കഴിച്ചുള്ളൂ. എനിക്കത് മാത്രമാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ വേറെ ഒന്നും കഴിച്ചില്ല ഇഷ്ടപ്പെടാൻ. എനിക്ക് ചിക്കനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ചിക്കൻ കറി മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ റൈസും ഉണ്ടായിരുന്നു. നമ്മൾ റൊട്ടിയായിരുന്നു എന്നാണ് വിചാരിച്ചത്, പക്ഷേ റൈസായിരുന്നു. കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോഴേ ബാക്കി വിശേഷം ഞാൻ അടുത്ത വീഡിയോ പറയാവേ.